എല്ലാ സംസ്ഥാനത്തും ഗാന്ധിജിയുടെ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മധ്യജില്ലയായ തൃശ്ശൂരിൽ ഗാന്ധിജി എത്തിച്ചത്. ഏറ്റവും വലിയ പ്രത്യേകത ബൂത്ത് തലത്തിലുള്ള നേതാക്കളാണ് സമ്മേളനത്തിൽ ബൂത്ത് പ്രസിഡന്റ്, വനിതാ വൈസ് പ്രസിഡന്റ്, BLA, ബൂത്ത് ലെവൽ ഏജന്റ് തുടങ്ങിയ കോൺഗ്രസിന്റെ 3ഓളം പ്രതിനിധികൾ ഓരോ ബൂത്തിൽ നിന്നായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. അതുകൂടാതെ മണ്ഡല പ്രസിഡന്റുമാർ തൊട്ട് AICC മെമ്പർമാർ വരെയുള്ള കേരളത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ ഭാരവാഹികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും ഒഴുകിയെത്തുന്ന ഒരു മഹാസമ്മേളനമായിട്ടാണ് തൃശ്ശൂരിൽ 4-ാം തീയതി ഈ സമ്മേളനം നടത്തുന്നത്. ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം എല്ലാ ജില്ലകളിലും പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വാഹനങ്ങളെല്ലാം ഓരോ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും ഓരോന്നിനായിട്ടുള്ള ബസ്സുകളെല്ലാം ബുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് KPCC ചുമതലപ്പെടുത്തിയതിന് പ്രകാരം ഞാനും KPCC ജനറൽ സെക്രട്ടറി ശ്രീ K. ജയന്തും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്ത് സമ്മേളനം നടക്കുന്ന ജില്ലയിലെ ഒരുക്കങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാൻ ഞങ്ങൾ DCC പ്രസിഡന്റിനോടൊപ്പം പ്രവർത്തിച്ചു വരികയും ഇത് ഒരു മഹാസമ്മേളനമായി മാറുന്ന ഈ സമ്മേളനത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമാനായ KC പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, K. സുധാകരൻ MPയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സംസാരിക്കും. അതുകൂടാതെ AICCയുടെ ചുമതലയുള്ള കേരളത്തിന്റെ ജനറൽ സെക്രട്ടറി ദീപാദാസ് ഘോഷി, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ രമേശ് ചെന്നിത്തല, ഡോക്ടർ ശശി തരൂർ, വിപിൻ സുരേഷ്, അതുപോലെ KPCC നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രചരണ വിഭാഗം ചെയർമാൻ കൂടിയായ KPCC പ്രസിഡന്റുമാരായ PM സുധീരൻ, വെല്ലപ്പള്ളി രാമേന്ദ്രൻ, MM ഹസൻ, MPമാരായ ശ്രീ TN പ്രതാപൻ, ബെന്നി ബലരാൻ, MP ഹരിദാസ്, കൂടാതെ AICCയുടെ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവരെല്ലാം ഈ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തു. ഈ സമ്മേളനം വിജയകരമാക്കുവാൻ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സാന്നിധ്യവും അതേപോലെ തന്നെ സഹായവും ഈ ജില്ലകളിൽ എത്തിച്ചേരുന്ന വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണമെന്ന് ഉള്ള തീരുമാനം ഇതിന്റെ അധ്യക്ഷനുമായി സംഘടനയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിക്കുകയും രാവിലെ പോയി ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായി. അതുകൂടി പത്രക്കുറിപ്പായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നതായി. അതുകൊണ്ട് അതുകൂടി ഇവിടെ എറണാകുളത്ത് രാഹുൽജിയുടെ പരിപാടി മഹിളാ കോൺഗ്രസിന്റെ ഉത്സവ പരിപാടി വളരെ തിരക്കുള്ള ഒരു നഗരമായിട്ട് പോലും യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ അവിടെ ട്രാഫിക് നിയന്ത്രിച്ച് സഹായിച്ചു. അത് മാധ്യമങ്ങളിലൂടെ കൃത്യമായി വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ നഗരത്തിൽ നടക്കുന്ന പരിപാടി എന്നുള്ളത് മാധ്യമ സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി കൃത്യമായ ഒരു സഹായം ഈ പാർട്ടിയുടെ വാഹനങ്ങൾ വരുന്നതിനുള്ള പത്രക്കുറിപ്പ് പോലീസിന്റെ ഈ സമ്മേളനം വിജയിപ്പിക്കുക ഓരോരുത്തരുടെയും പൂർണ്ണമായ സഹായം. ഈ ഫെബ്രുവരി മാസത്തില് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം 31 മഹാസമ്മേളനങ്ങൾ നടത്തുക. ഒന്ന് മറ്റന്നാൾ നടക്കാൻ പോകുന്ന മഹാജനസഭ. അത് കഴിഞ്ഞാൽ 5 ദിവസത്തിനകം 9-ാം തീയതി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നടത്തുന്ന സമരാഗ്നിയുടെ പരിപാടികൾ സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഒരു മാസം എന്ന നിലയിൽ കേരളത്തിലെ 30 കേന്ദ്രങ്ങളിൽ 25,000-ൽ കുറയാത്ത ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുക.
ഉദ്ഘാടന സമ്മേളനം കാസർഗോഡാണ് നടത്തുന്നത്. ഞാൻ സാന്ദർഭികമായി പറയുന്നത് കേരളത്തിലെയും കേന്ദ്രത്തിലെയും ജനവിരുദ്ധമായ സർക്കാരുകളെ തുറന്നു കാട്ടുന്നതിന് വേണ്ടി ജനപക്ഷത്തു നിന്ന് കോൺഗ്രസ് നടത്തുന്ന പോരാട്ടത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ദിനങ്ങളാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കടന്നു വരുന്നത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി. ഇപ്പൊ തൃശ്ശൂരിന്റെ മണ്ണില് നമ്മുടെ മനുഷ്യ മനസ്സുകൾക്കിടയിൽ വിഭാഗീയതയുടെ രാഷ്ട്രീയം ഉയർത്തിവിട്ടുകൊണ്ടാണ് സംഘപരിവാർ ശക്തികള് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും മതേതര മനസ്സുകൾക്ക് ഉത്തരേന്ത്യയിൽ എന്ന പോലെ കേരളത്തിനകത്തും വിഭാഗീയതയുടെ രാഷ്ട്രീയം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള RSSന്റെ നീക്കം വളരെ ആശങ്കയോടുകൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. തൃശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ അത് ആശങ്കയുണ്ട് എന്നുള്ളതിന്റെ നിരവധിയായ ചർച്ചകൾ ഉയർന്നുകൊണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ മണ്ണില് അത്തരം വിഭാഗീയമായ മനുഷ്യരെ വേർതിരിക്കുന്ന രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന പരിപാടിയായിരിക്കും മല്ലികാർജുൻ ഖാർഗെജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കോൺഗ്രസിന്റെ മഹാസമ്മേളനം. ഇന്ത്യൻ രാഷ്ട്രീയത്തെ മതാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികളെ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നും അധികാര രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി രാജ്യത്തെ നഷ്ടപ്പെട്ട ജനാധിപത്യ മതേതര ചിന്തകള് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി നടത്തുന്ന വളരെ ഭാവനാപൂർണമായ പരിപാടിയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുടനീളം നടക്കുന്നത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ജോഡോ യാത്ര കടന്നു പോകാത്ത മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇതുപോലുള്ള പരിപാടികളുമായി കടന്നു വരികയാണ്. ഈ രാജ്യത്തിന്റെ സത്വം വീണ്ടെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ തൃശ്ശൂരിനകത്ത് വിശിഷ്യ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതേതരത്വത്തിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കടന്നു വന്നിട്ടുള്ള രാഷ്ട്രീയത്തെ കോൺഗ്രസ് വകവെച്ച് കൊടുക്കില്ല എന്നുള്ള പ്രഖ്യാപനമായിരിക്കും 4-ാം തീയതി നടത്താൻ പോകുന്നത് എന്ന് സാന്ദർഭികമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. സമരാഗ്നിയുടെ ഉദ്ഘാടനം 1,00,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാസർഗോഡ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. സമാനമായ 30 പരിപാടികൾ അക്ഷരാർത്ഥത്തിൽ വരുന്ന ഈ ഫെബ്രുവരി മാസം പരിപൂർണമായി കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തം. ഏതാണ്ട് ഈ 31 പരിപാടികളിലായി 15 ലക്ഷത്തിലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു വലിയ പ്രവർത്തന പരിപാടികളുടെ തുടക്കം കൂടിയായി ഖാർഗെജിയുടെ പരിപാടിയെ മാറ്റുവാൻ KPCC പ്രവർത്തനം അത് പൂർണ്ണമായ തോതിൽ ജില്ലാതലത്തിൽ നടക്കുന്നുണ്ട് എന്നുകൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. KCC അധ്യക്ഷൻ വരുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും യോഗങ്ങൾ നടക്കുന്നുണ്ടോ? ഇത് കൂടാതെ ജനസഭ കൂടാതെ ഇവിടെ എല്ലാ പാർലമെന്റ് നടക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ KPCC ഓഫീസിൽ വെച്ചായിരുന്നു പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി കൂടുന്നത്. അത് 4-ാം തീയതി രാവിലെ തൃശൂർ DCC വെച്ച് പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി യോഗം ചെയ്തു. രാവിലെ 11 മണിക്ക്. അതോടൊപ്പം ACC പ്രസിഡന്റ് ഉണ്ടാവില്ല. പ്രദേശ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ, അംഗങ്ങൾ, നമ്മുടെ KPCC പ്രസിഡന്റ് അധ്യക്ഷതയിലുള്ള യോഗമായിരിക്കും. എല്ലാ ആളുകളും കേരളത്തിലുള്ള ACC വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ചാർജ് ജനറൽ സെക്രട്ടറിമാര് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം ഈ യോഗത്തിൽ വെച്ച് മുഴുവൻ ബൂത്ത് പ്രസിഡന്റുമാർക്കും കോൺഗ്രസ് ഐഡന്റിറ്റി കാർഡ് നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ACC പ്രസിഡന്റ് അത് തൃശ്ശൂർ ജില്ലയിലുള്ള ഏതാനും പേർക്ക് ആ യോഗത്തിൽ വെച്ച് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. മുഴുവൻ പേർക്കും 25,177 പേർക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റുമാർക്ക് ഐഡന്റിറ്റി കാർഡ് KPCC നൽകും. പിന്നെ ഏതാണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇത് പ്രവർത്തക കൺവെൻഷൻ അല്ല, മറിച്ച് അത് പ്രത്യേകം ഓർക്കണം. കേരളത്തിലെ ഏതാണ്ട് 1,00,000 വരുന്ന കോൺഗ്രസിന്റെ മുഴുവൻ നേതൃത്വം നൽകും.
ഇത് പ്രവർത്തകരുടെ സമ്മേളനമല്ല, മറിച്ച് ഒരു ബൂത്തിൽ നിന്നും 3 പേർ, അതിനു പുറമെ മണ്ഡലം കോൺഗ്രസിന്റെ ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് കോൺഗ്രസിന്റെ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ ഉൾപ്പെടെ താഴെ തട്ടിലുള്ള പ്രധാന നേതാക്കന്മാർ മുതൽ മുഴുത്തട്ടിലുള്ള മുഴുവൻ നേതാക്കന്മാരും അണിചേരുന്ന കോൺഗ്രസിന്റെ നേതൃത്വ കൺവെൻഷൻ. ആ നേതൃത്വത്തോടാണ് KCC പ്രസിഡന്റ് സംസാരിക്കാൻ പോകുന്നത്. അതോടൊപ്പം കർഷക സംഘടനയുടെ മുഴുവൻ ഭാരവാഹികൾ. എവിടേക്കാ? 5 മണി. KCC സെക്രട്ടറി വിശ്വനാഥ് പെരുമാൾ ഉച്ചയോടുകൂടി എത്തും. ദീപാദാസ് മുൻഷീജി ജനറൽ സെക്രട്ടറി ഇന്ന് രാത്രിയോടുകൂടി കൊച്ചിയിലെത്തും. നാളെ 2 പേരും ഇവിടെ ഉണ്ടാകും. പഴയ മണ്ഡലം പ്രസിഡന്റ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. പുള്ളി LDFന്റെ അവിശ്വാസം പറയുന്നതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ട് വൈസ് പ്രസിഡന്റ് പുറത്തായ സംഭവം. അതിലെന്താണ് അല്ല, അത് മുമ്പുണ്ടായ വിഷയമാണ്. അത് അന്നേ തന്നെ അദ്ദേഹം CPM-മായി ബന്ധപ്പെട്ട് CPM-ക്ക് പോവുകയാണ്. അല്ലേ, മുമ്പ് ഇതേപോലെ തന്നെ ഒരു അവിശ്വാസം വന്നപ്പോൾ CPM അനുകൂലിച്ച് വോട്ട് ചെയ്തതാണ്. ഒന്ന് നമ്മൾ നടക്കണം. 3 മണ്ഡലം പ്രസിഡന്റുമാർ അവിടെ മാറിപ്പോയിട്ട് കുറെ ഇയാൾക്ക് ശേഷം 2 പേരും മാറിയിട്ടില്ല. ഇല്ലേ, പഞ്ചായത്തുകൾ ഈ 10 വർഷം ഒരു വർഷത്തിനിടയ്ക്ക് 3 മണ്ഡലം പ്രസിഡന്റുമാർ അവിടെ തുടർച്ചയായിട്ട് മാറിയിട്ടില്ല. നമ്മുടെ പഞ്ചായത്തിന്റെ വിഷയമാണ്. പ്രസിഡന്റ് പഞ്ചായത്ത് ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്ത് പോയതുകൊണ്ട് അദ്ദേഹത്തെ പണിയിൽ കൊണ്ടുപോയി. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ അവിടെ വൈസ് പ്രസിഡന്റിന്റെ അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു. അത് അന്ന് പോയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂരിപക്ഷം പാർട്ടി പ്രശ്നമൊന്നുമില്ല. പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. ഒരുപാട് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകർ സപ്പോർട്ട് ചെയ്തു. കാരണം അവിടെ 2 സഹകരണ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അഴിമതി ആരോപണം നീക്കിയിട്ടുണ്ട്. അത്തരം വിഷയങ്ങളൊന്നുമില്ല. അവരുടെ ശ്രദ്ധപ്പെട്ടിട്ടാണോ? ശ്രദ്ധപ്പെടാത്തല്ല, നമുക്കറിയാമോ. CPM സഹായിക്കുന്ന ആളുകൾ കോൺഗ്രസ് പ്രവർത്തകരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പ്രവർത്തകരല്ലല്ലോ. സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ അധികം വൈകാതെ പ്രതീക്ഷിക്കാമോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഞായറാഴ്ച രാവിലെ 8 മണിയോടെ കൂടുന്നു. അതിൽ അതിന്റെ ചർച്ചകൾ ആരംഭിക്കും. ഡൽഹിയിലാണ് പ്രഖ്യാപിക്കുക. കമ്മിറ്റി കൂടിയിട്ട് പ്രൊപ്പോസൽസ് കൊടുത്തിട്ട് തൃശ്ശൂരിലെ സമ്മേളനം ചരിത്ര സമ്മേളനമായി മാറും. കോൺഗ്രസിന്റെ ചരിത്രത്തില് തെരഞ്ഞെടുപ്പിന്റെ മുൻകരുതൽ പ്രവർത്തനങ്ങളുടെ കാലെ കുട്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ പുറത്തു പോയിരുന്ന സമ്മേളനമായി ദേവികാട് പഞ്ചായത്ത് സമ്മേളനം മാറും. അതാണ് ഏറ്റവും ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗം പ്രാഥമിക ചർച്ച മാത്രമല്ലേ? പ്രാഥമിക ചർച്ച മാത്രം അത് ഫൈനലൈസ് ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റില്ല. അതായത് ഈ സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നത് സംബന്ധിച്ച്. എന്താ അതിൽ നേതൃത്വത്തിന്റെ ഒരു നിലപാടെന്ന്? നിലപാട് വളരെ ക്ലിയറാണ്. പിന്നെ നാളെ എല്ലാ പ്രധാന നേതാക്കന്മാരും അവരുമായിട്ടൊക്കെ സംവദിക്കാം. നമ്മുടെ മഹാജനസഭയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ് ഇതിന് ആദ്യമായിട്ട് വഹിക്കുന്നത്. അവിടെ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് അവിടെ നമ്മൾ ഗ്രാമത്തിൽ ചെയ്തിട്ടുണ്ട്. പത്രക്കാർക്ക് സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടില് ചാനലാറ്റ് കമ്മിറ്റി തട്ടപ്പെട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ സെപ്പറേറ്റ് ഒരു ഏരിയ തിരിച്ച് പത്രക്കാരിലേക്ക് അപ്പോൾ എല്ലാ അർത്ഥത്തിലും സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സഹായവും ഉണ്ടാവണം. ഓക്കെ.